സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് വിനായകൻ വന്നിട്ട് ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും ഒക്കെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അസഭ്യവർഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയുമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും അതിനുശേഷം അത് വലിയ വിവാദമായി പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവർ പറഞ്ഞത് ഇതിനെതിരെ കേസ് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. വിനായകൻ പറഞ്ഞത് ഒരു തെറി അഭിഷേകമല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. വിനായകൻ അതിന് കൊടുത്തൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഞാനൊരു കവിത ആലപിച്ചതാണ്, അതാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പങ്കുവെച്ചത്, അല്ലാതെ ആരെയും തെറി വിളിച്ചതല്ല എന്ന് പറഞ്ഞിട്ട് വിനായകൻ്റെ ഒരു അറിയിപ്പും വന്നിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ പോലീസ് വിനായകനെ വെറുതെ വിട്ടു. വിനായകൻ്റെ തോന്നിവാസവും തന്തയ്ക്ക് പറക്കാഴികയും ഒക്കെ ഒരു സൈഡിലേക്ക് വീണ്ടും പോയി. പിന്നീട് വീണ്ടും വിനായകൻ സാജൻസ് കറി, അതായത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിലെ സാജൻസ് കറിയെയും അതേപോലെ തന്നെ അവരുടെ മകളെയും ഭാര്യയൊക്കെ വിളിച്ചിട്ട് അപകീർത്തികരമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പോക്കൃത്തരം വിളിച്ച് പറയുക, തന്തയ്ക്ക് പറക്കാഴിക വിളിച്ച് പറയാൻ തെറി അഭിഷേകം നടത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വിനായകൻ എന്ന് പറയുന്നവൻ ദളിതരുടെ അവർക്ക് കിട്ടുന്നൊരു പരിഗണനയുണ്ടല്ലോ, ആ പരിഗണന അവർക്ക് യാചിച്ച് മേടിച്ചതോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതോ അല്ല, അത് അവരുടെ അവകാശമാണ്. ആ അവകാശം, അതായത് ഈ നമ്മുടെ സമൂഹത്തിനിടയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾക്കിടയിൽ തങ്ങളുടെ സമുദായത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരാണെന്നുള്ള രീതിയിലേക്ക് അടിച്ചമർത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സംരക്ഷണമാണ് ഈ പറയുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് നമ്മുടെ സമൂഹത്തിൽ സംവരണം എന്ന് പറയുന്നത്. ഇതിനെ ഒരിക്കലും ഇവർ പിന്നോക്കം നിൽക്കുന്നവരാണ്, അതുകൊണ്ട് അവർക്ക് ആ സംവരണം കൊടുക്കുന്നു അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് ആരും വിചാരിക്കരുത്. അവർക്കും നമ്മളെപ്പോലെ തന്നെ തുല്യ രീതിയിൽ ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിലുള്ള ചില ആളുകളുടെ ചിന്താഗതികളും അവരുടെ പ്രവൃത്തികളും അവരുടെ പണത്തിൻ്റെ ഒരു ഹുങ്കും കൊണ്ട് പല ആളുകളും ഇവരെ അടിമയാക്കി കാണുകയും അല്ലെങ്കിൽ ഇവരെ ഈ രീതിയിലേക്കൊക്കെ വരച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുൻപേ അറിയാവുന്നത് കൊണ്ട് പല ആളുകളും ഇതിനൊരു സംവരണം ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അതായത് ദളിതരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ചോദിക്കാൻ ഒരു സംഘടന വരും എന്ന് പറയുന്ന രീതിയിലാക്കി വെച്ചിരിക്കുന്നതാണ്. അതെന്തായാലും വളരെ നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ വേടൻ്റെ വിഷയം വന്നപ്പോൾ മുതൽ വേടനെ എടുത്തിട്ട് കരിവാരിത്തേക്കാനും വേടനെ ഇട്ട് കൊട്ടി ഘോഷിക്കാനും വേടനെ ഒരു മോശം വ്യക്തിയാക്കി കാണിക്കാനും വേണ്ടിയിട്ട് എത്രയെത്ര ആളുകളുടെ ഒരു ത്വരയായിരുന്നു നമ്മൾ കണ്ടതല്ലേ. അതിൽ ജനൻ ടി വി ഇപ്പോൾ ഏറ്റവും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ജനൻ ടി വി അപ്ഡേറ്റ് ഇടുന്നുണ്ട്. വേടൻ ഇവിടെ പോയി, വേടൻ മറ്റെടുത്ത് പോയി, വേടൻ അമ്മയും കൊണ്ട് ഇങ്ങനെ പോയി അങ്ങനെ പോയി എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് മാധ്യമ സിൻഡിക്കേറ്റ് വളം ഇട്ടുകൊണ്ടൊരു സൈഡിൽ മാധ്യമ സിൻഡിക്കേറ്റിലേക്ക് ഏതോ കുറേ പെൺകുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ട് വന്നിരുത്തിയിട്ട് വേടൻ മുൻപ് പീഡിപ്പിച്ച പെൺകുട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള പല രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പല ന്യൂസുകളും കണ്ടു. അപ്പോൾ ഇവർക്കാണ് ഏറ്റവും വലിയ ത്വര. നമുക്കറിയാം, ഈ വോട്ട് മുക്കി ജയിച്ചതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ ഈ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകങ്ങളെ പറ്റി പറയുമ്പോഴോ ഒരു കാര്യത്തിലും ഒരു വ്യക്തതയും ഇല്ലാത്ത, അല്ലെ അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യാത്ത ഒരു ചാനലായിട്ടുള്ള ജനൻ ടി വി, ഞാൻ വെനൻ ടി വി എന്നാണ് കേട്ടോ വിളിക്കുന്നത്, ആ വെനൻ ടി വി ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു വിഷയം വേടനാണ്. വേടൻ പോയ നാൾ വഴികൾ അന്വേഷിച്ചുകൊണ്ട് വേടൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്, വേടനെ മണപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ടീമാണ് ഈ പറയുന്ന വെനൻ ടി വിയും അതിലിരിക്കുന്ന അവതാരകരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ കാണിക്കുന്ന ത്വര എന്തുകൊണ്ട് ഈ വിനായകൻ്റെയും മറ്റുള്ള തന്തയ്ക്ക് പറക്കാഴി കാണിക്കുന്ന ആളുകളുടെ പിന്നാലെ കാണിക്കുന്നില്ല? സുരേഷ് ഗോപി ജയിച്ചതിനെ പറ്റി ഇവരൊരു പ്രസ്താവന ഇറക്കി. അതായത് സുരേഷ് ഗോപി ജയിച്ചത് നല്ല രീതിയിൽ വോട്ട് മേടിച്ചാണ്. പിന്നീട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കാരണം ഇവർക്ക് പറയാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു അടിമകൾ മാത്രമാണ് ഈ വെനൻ ടി വിയിൽ ഇരിക്കുന്ന ആളുകൾ, അണിയറ പ്രവർത്തകർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ വിനായകൻ, ഞാൻ ആദ്യമേ പറഞ്ഞു, ദളിതർക്ക് കിട്ടുന്ന ഒരു പരിഗണന എടുത്തു കളയാൻ വേണ്ടിയിട്ട് വിനായകനെ ആ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ദളിതർക്ക് ഒരുപാട് പരിഗണന നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് സാധാരണ ആളുകളെക്കാൾ കൂടുതൽ പരിഗണന എനിക്ക് തോന്നുന്നു ദളിതർക്കാണ് കിട്ടുക. പക്ഷേ എന്നാലും കൂടുതൽ ചൂഷണം ഏൽക്കേണ്ടി വരുന്ന ആളുകളും ദളിതർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ വിനായകനെ ഒരു ദളിതരുടെ ഒരു വിഭാഗത്തിൽപ്പെട്ടവനായിട്ടാണ് എല്ലാവരും കാണുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പരിഗണന കിട്ടുന്ന ഒരുത്തൻ വന്നിട്ട് ഈ തോന്നിവാസങ്ങളൊക്കെ കാണിച്ചിങ്ങനെ വീണ്ടും വീണ്ടും ഈ പിറപ്പുകേട് കാണിക്കുമ്പോൾ ആ ഒരു സമുദായത്തിൽപ്പെട്ട ഒരാളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വിനായകനെ ഒരു കാര്യമായിക്കൊണ്ട് വിനായകൻ്റെ മണ്ടനും പൊട്ടനും ഒക്കെയാണ്. ആ വിനായകനെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് ഈ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. വിനായകൻ്റെ ഒരു നിലവാരവും നിലപാടും ഇല്ല. എന്തുകൊണ്ടാണ്? ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവനത് മുക്കിയിട്ട് പോകും. എടാ നട്ടല് വേണം, ആണുങ്ങളായ നട്ടല് വേണം. നിനക്ക് നട്ടലിന് പകരം അവിടെ വേറെ എന്തോ സാധനമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് ജനിച്ച സമയത്ത് വന്നതായിരിക്കും, അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ കൂടുതൽ അതിലേക്ക് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ആണത്തമില്ലാത്ത ഒരുത്തരാണ് വിനായകൻ. ആർക്കോ വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ട് ആർക്കോ വേണ്ടിയിട്ട് ഈ പറയുന്ന സംവരണം എടുത്ത് കളയാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരുത്തനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ദളിതർക്ക് കിട്ടുന്ന പരിഗണന എന്ന് ഞാൻ പലപ്പോഴും പറയുമ്പോഴും അതൊന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം ഒരു നഗ്നമായിട്ടുള്ള സത്യം തന്നെയാണ്. അപ്പോൾ വേടനെതിരെ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചുവിടുന്ന ഒരു ജനൻ ടി വിയും അതേപോലെ തന്നെ അവരുടെ കൂട്ടാളികളും ഒക്കെ കാണിക്കുന്ന ഒരു പരിപാടി ഈ വിനായകൻ ഈ പരിപാടിയുമായിട്ട് മുന്നിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? വിനായകനെതിരെ സംസാരിക്കുന്ന ഒരൊറ്റ വീഡിയോയിൽ ഇവരുടെ ചാനൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വിനായകൻ ഇങ്ങനെ പറഞ്ഞു, വിനായകൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ ചാനൽ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്നവനാണ് ഇപ്പോൾ വിനായകനെന്ന് തോന്നി. വിനായകൻ ഒരു തരത്തിലൊരു അടിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ
ഈ വേടൻ്റെ വിഷയങ്ങളിൽ കാണിച്ച ഒരു ത്വരയുടെ ഒരു പാതി പോലും ഈ കള്ളവോട്ടിൻ്റെ കാര്യത്തിലോ ഈ ധർമ്മസ്ഥലയിലെ വിഷയത്തിലോ നമ്മുടെ സമൂഹത്തിലുള്ള ആധികാരികതയുള്ള ചർച്ചാ വിഷയങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നതിലോ ഒന്നും ഈ വെനൻ ടി വിയും കൂട്ടാളികളും എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അങ്ങനെ ചോദ്യം വരുമ്പോഴാണ് വെനൻ ടി വിയുടെ പ്രസക്തി എന്താണെന്നും അവരുടെ നിലവാരം എന്താണെന്നും അവരുടെ TRP റേറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്നും ഈ വിനായകനെ ആരാണ് ടൂളാക്കി ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഈ വിനായകൻ്റെ ഈ പരിപാടി കണ്ടിന്യൂസ്ലി പോകുമ്പോൾ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ പറയുന്ന ഒരു പക്ഷേ ഇവർക്ക് കിട്ടുന്ന ഒരു സംവരണം എടുത്ത് കളഞ്ഞേക്കാം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും വിനായകനെ നിർത്തി കരുവാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയായിരിക്കും സത്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ വിനായകൻ സാജൻ സ്കറിയെയും കുടുംബത്തെയും വിളിച്ചിട്ട് പറഞ്ഞ തോന്നിവാസം എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. സ്കറിയുടെ കുടുംബത്തെയും വളരെ മോശമായാണ് ഓഡിയോയിൽ വിനായകൻ പരാമർശിക്കുന്നത്. പൊതുവേദിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വാക്കുകൾ ഉള്ള ഈ ഓഡിയോ സംഭാഷണം സംരക്ഷണം ചെയ്യാൻ പൂർണ്ണമായും സാധിക്കുന്നതല്ല. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇവയിൽ ചില ഭാഗങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. റെഡിയാ പറഞ്ഞേ, ഞാൻ ഇന്ന് റെഡിയാണ്. നിന്റെ കുറുപ്പല്ല നിന്റെ തന്ത, നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ? എടി അപർണേ, ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു. എടി എന്ന് ഞാൻ വിളിക്കുന്നു, മനസ്സിലായടാ? കണ്ടില്ലേ, ഇതിലെല്ലാം ഒന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി അസഭ്യമാണ് ഇവൻ പറയുന്നത്. ഇവൻ്റെ വായിന്ന് വരുന്ന എല്ലാം ഇങ്ങനത്തെ തെണ്ടിത്തരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇവൻ ദളിതരുടെ ഒരു വിഭാഗത്തിന് തന്നെ ഒരു വലിയൊരു ഭീഷണിയാണ്. അല്ലെങ്കിൽ അവരെ ഇവൻ തന്നെ കരിവാരിത്തേക്കുന്ന രീതിയിലൊക്കെയുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. ഇതിൽ പല കമൻറ്റ് ബോക്സിലും ഞാൻ കാണുന്നത് വേടന് കിട്ടിയ ആനുകൂല്യം അല്ലെങ്കിൽ വേടന് കിട്ടിയ പരിഗണന ഇവന് കിട്ടുമെന്നുള്ളത് ഇവൻ അറിയാവുന്നതുകൊണ്ടാണ് ഇവനിങ്ങനെ സംസാരിക്കുന്നത്. വേടൻ കാണിക്കുന്ന തന്തയ്ക്ക് പുറക്കാഴിക തന്നെയാണ് വിനായകനും കാണിക്കുന്നത്. വേടൻ മറ്റൊരു രീതിയിൽ കാണിക്കുന്നു, വിനായകൻ ഈ രീതിയിൽ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലരും എഴുതുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം കിട്ടുന്ന ഒരു സംവരണം എടുത്ത് കളയണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ കമൻറ്റ് ബോക്സുകളിലെല്ലാം വരുന്ന കമൻറ്റുകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി കാണിക്കുന്ന തന്തയ്ക്ക് പുറക്കാഴിക കാരണം ഒരു സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു സമൂഹത്തിലുള്ള എല്ലാ ആളുകളെ അത് നെഗറ്റീവ്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് ഈ പറയുന്ന വിനായകൻ്റെ തന്തയ്ക്ക് പുറക്കാഴിക കാരണം ഈ വിനായകൻ ഈ പരിപാടി കാണിക്കുമ്പോൾ പല ആളുകളും വേടനെതിരെ സംസാരിച്ചുകൊണ്ട് മുന്നിലേക്ക് വരും. ഈ വേടനെതിരെയുള്ള സംസാരങ്ങൾ വരുമ്പോൾ ഇത് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് കോടതി നോക്കുമ്പോൾ പലതവണ താക്കീത് കിട്ടിയിട്ട് ഇവർ ഈ പരിപാടി തന്നെ ചെയ്യുന്നു. പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ എന്തുകൊണ്ട് പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നോക്കുമ്പോൾ അതിനകത്ത് വരുന്നത് ഈ ജാതി സംവരണം അല്ലെങ്കിൽ ഈ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഈ പരിപാടികൾ കൂടുതൽ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലേക്ക് എത്തുകയും പിന്നീട് അതിനുശേഷം ഈ സംവരണം ഇവർക്ക് വേണോ വേണ്ടെന്നുള്ള ചോദ്യങ്ങളിൽ കൂടി ആ സംവരണം എടുത്ത് കളയാനായിട്ടൊരു വലിയൊരു ചാൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മുന്നിൽ കാണുമ്പോൾ തന്നെ അറിയാം. അല്ലെ, ഇങ്ങനത്തെ പരിപാടികൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ വിനായകൻ നിർത്താതെ ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുന്ന വിനായകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ വലിയ മുന്തിയ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. കാരണം വിനായകന് പലതവണ പല വിഷയങ്ങളിലും കേസ് വന്നിട്ടും ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വിദ്വേഷ പരാമർശം നടത്തി, പിന്നീട് VS അച്യുതാനന്ദൻ മരിച്ചപ്പോൾ വിദ്വേഷ പരാമർശം നടത്തി, പിന്നീട് അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണനെ യേശുദാസിനെ പറ്റി വിദ്വേഷ പരാമർശം നടത്തി. ഇതെല്ലാം നടത്തിയപ്പോഴും വിനായകനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ആർക്കും സാധിച്ചില്ല എന്നുള്ളത് വിനായകന് വലിയൊരു പിന്തുണ കിട്ടുന്ന ഒരു കാര്യമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ വിനായകൻ ഈ പറയുന്ന തന്തയ്ക്ക് പുറക്കാഴിക തുടർന്നുകൊണ്ടേയിരുന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. വിനായകൻ ഇന്നിപ്പോൾ ഇതിനൊരു പോസ്റ്റിനൊരു താഴെ ഒരു പോസ്റ്റ് ഇടും, അതായത് ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 15 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും പോസ്റ്റ് മുക്കും. ഇങ്ങനത്തെ തന്തയ്ക്ക് പുറക്കാഴിക അല്ലെ ഉറപ്പില്ലാത്ത പരിപാടിയാണ് വിനായകൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിനായകൻ ഞാൻ മുൻപത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, നീ ഈ വീഡിയോ അല്ല നിൻ്റെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നീ ഇനി ആരെങ്കിലും തെറി വിളിക്കണം. നീ സാജൻ സ്കറിയെയും അവരുടെ മക്കളെയൊക്കെ വിളിച്ചിട്ട് തന്തയ്ക്ക് പുറക്കാഴിക പറയുമ്പോൾ നിന്റെ വീട്ടിലും കാണുമല്ലോ ഇതുപോലെ പെണ്ണുങ്ങൾ. അവരെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇത് കേവലം ഒരു ദളിതന് കിട്ടുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ പിന്തുണ കൊണ്ട് ഇവൻ ചെയ്തു കൂട്ടുന്നതല്ല. ഇത് ആ ദളിതർക്ക് കിട്ടുന്ന പിന്തുണ നശിപ്പിക്കണമെന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടുകൂടി ചെയ്തു കൂട്ടുന്ന പരിപാടികളാണ്. വേടൻ ഉണ്ടാക്കി വെച്ച വേടൻ്റെ സ്റ്റാർഡും അല്ലെങ്കിൽ വേടൻ ഉണ്ടാക്കി വെച്ച വേടൻ്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അത് ഈ വിനായകനിൽ കൂടി ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഞാൻ പ്രത്യേകിച്ച് പറയാണ്. കാരണം ഇതിനുവേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അതായത് ഇവനെ മുന്നിലേക്ക് വിട്ടിട്ട് പിന്നാലെ വന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് സ്പ്രെഡായിട്ട് വേടൻ എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ ഇങ്ങനെയാണ് വേടൻ മറ്റവനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ചിന്തിക്കും, ഇവർ പറഞ്ഞാൽ ശരിയാണല്ലോ, ഇവനും ആ കൂട്ടത്തിൽ പെട്ടവനല്ലേ, പിന്നെ ഇവൻ ഇങ്ങനെ കാണിക്കുമ്പോൾ വേടനും ഇങ്ങനെ തന്നെയാണോ കാണിച്ചത് എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു ചോദ്യം എല്ലാവരുടെ മനസ്സിൽ വരും. അതുണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ കൂടിയാണ് ഇവർ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് തന്നെയാണ് വിനായകനെ കൂട്ടുപിടിച്ചുകൊണ്ട് വിനായകൻ്റെ കൂട്ടാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇന്നിപ്പോൾ സാജൻ സ്കറിയയ്ക്ക് സംഭവിച്ചതാണെങ്കിൽ അത് നാളെ മറ്റൊരാൾക്കും സംഭവിക്കാം. ആ പെണ്ണിനെ വിളിച്ചിട്ടാണ് ഇവൻ ഈ അസഭ്യവർഷം നടന്നത്. ഒരു പെൺകുട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെൺകുട്ടിയെ മോശമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ കേസ് വരും എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ വിനായകനെതിരെ എന്തുകൊണ്ട് കേസ് വരുന്നില്ല? പോലീസുകാരും നട്ടല് പണയം വെച്ചിരിക്കുകയാണോ? വിനായകൻ എന്ന് പറയുന്നത് തന്തയ്ക്ക് മുൻപുണ്ടായവനെ പിടിച്ച് അകത്തിടാൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? ഏത് ജാതി അല്ലെ ഏത് ഉന്നത കുലജാതനാണ് നിങ്ങളെ ഈ പറയുന്ന രീതിയിലേക്ക് പിന്നിലേക്ക് വലിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് വിനായകൻ കാണിക്കുന്ന എല്ലാ പരിപാടികളും അംഗീകരിക്കാതെ വിനായകനെ പിടിച്ച് അകത്തിട്ട് നല്ല ഇടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന തോന്നിവാസങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് തന്നെ നിൽക്കും. ഇതിനിടയിലേക്ക് ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ പരിപാടികളൊക്കെ
ഇതൊക്കെ നടന്നു വരുമ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ്ലി ബാധിക്കാൻ പോകുന്നൊരു വ്യക്തി ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി കൂടിയാണ്. വേടൻ എന്തിനു വേണ്ടിയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു പാട്ടുമായിട്ട് മുന്നിലേക്ക് വന്നത്, നിലകൊള്ളുന്നത്? നമ്മുടെ സമൂഹത്തിൽ ഉന്നത കുലജാതരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ഇന്ന് ഈ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ കാണിക്കുന്ന അതിക്രമങ്ങളും ഈ തന്തയ്ക്ക് പ്രക്കാഴികളും എല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വേടൻ ഈ അഹോരാത്രം പണിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പണിയെടുക്കുന്നതിനെ നിഷ്പ്രയാസം അവർക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിനായകനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്നത്. വിനായകൻ അവരുടെ കൂട്ടത്തിൽ വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയും വിനായകൻ ഇങ്ങനത്തെ ഒരു പ്രിവിലേജ് യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ വിനായകനെതിരെ കേസ് കൊടുക്കാനും വിനായകനെ കൊടുക്കാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംവരണം എടുത്ത് കളയാനും സിമ്പിളായിട്ട് പറ്റും. ഇതിന് പിന്നിലെ ഈ പറയുന്ന ഒരു കാര്യം ആലോചിക്കാനായിട്ട് വലിയ റോക്കറ്റ് സയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധാരണ ചിന്തയിൽ തന്നെ അല്ലെങ്കിൽ സാധാരണ ബുദ്ധിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ ഒരു വലിയ കളികളുണ്ട്. ആ കളികൾ ഇനി നമുക്ക് എന്താണെന്ന് കാത്തിരുന്ന് കാണാം. എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ അതിക്രൂരമായിട്ട് അല്ലെങ്കിൽ അവരെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഇറങ്ങുമ്പോൾ അത് അവർക്ക് ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു കൺസേണിലാണ് ഇപ്പോൾ ഞാനും ഇരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വേടനെതിരെ സംസാരിക്കാനായിട്ട് കാണിക്കുന്ന വ്യഗ്രത ഈ വിനായകനെതിരെ സംസാരിക്കാൻ കൂടി വെനൻ ടി വി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്തയ്ക്ക് പറഞ്ഞവരാണ് അല്ലെങ്കിൽ നട്ടലുള്ളവരാണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നട്ടലിന് പകരം വേറെ എന്തെങ്കിലും സ്ഥാപിച്ചിരിക്കുന്ന ആളുകളെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ വിനായകനെതിരെ കേസെടുക്കാനും വിനായകനെ പിടിച്ച് അകത്തിടാനും നല്ല കൂമ്പ് നോക്കി ഇടി കൊടുക്കാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.